ഇന്ന് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച നല്ല നാടൻ കടച്ചക്കക്കറി ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് നന്നായി ചൂടായതിന് ശേഷം അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു മീഡിയം സൈസിലെ സവോള കനം കുറച്ചരിഞ്ഞതും ഒരു 5 പച്ചമുളക് നെടുകെ പൊളന്നതും ആവശ്യത്തിന് കറിവേപ്പിലയും ഉപ്പ് വിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിനകത്തേക്ക് വേറെ മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ടാണ് ഞാൻ 5 പച്ചമുളക് ചേർത്തിരിക്കുന്നത്. സവോളയൊക്കെ പാകത്തിന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇതും ചേർത്ത് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം നന്നായി മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു മീഡിയം സൈസിലെ തക്കാളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തക്കാളിയൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളിയെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കടച്ചക്ക ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കടച്ചക്ക തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്, കളറ് മാറാതിരിക്കാൻ വേണ്ടി. അത് വെള്ളത്തിനകത്തുനിന്ന് വാരി ഈ മസാലയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മസാലയുമായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല വെള്ളഞ്ഞ കടച്ചക്കയാണെങ്കിൽ എളുപ്പം വെന്ത് കിട്ടും. കടച്ചക്കയും മസാലയൊന്ന് പിടിക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. കടച്ചക്ക മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു അരമുറി തേങ്ങയുടെ 2-ാം പാലാണ് എടുത്തിരിക്കുന്നത്, അതൊഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിനകത്ത് കിടന്ന് വേണം ഈ കടച്ചക്ക നന്നായിട്ട് വെന്ത് പറ്റി വരാൻ വേണ്ടി. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം. ഈ തേങ്ങാപ്പാലിനകത്ത് കിടന്ന് കടച്ചക്കയെല്ലാം ഒന്ന് വെന്ത് പറ്റി വരട്ടെ. ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കടച്ചക്കയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് തേങ്ങയുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് നല്ലതായിട്ട് ചൂട് നിൽക്കും. അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ കറിക്കകത്തേക്ക് നമുക്കൊന്ന് താളിച്ച് ചേർക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടായ ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം നല്ലോണം പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നാടൻ കറിയായ